CMF എന്ന ബ്രാൻഡിന്റെ ആദ്യത്തെ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. CMF ഫോൺ 1. ഈ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ 16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CMF ഫോൺ 1 എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മുടെ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിൽ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിന്റെ ബാക്ക് പാനൽ കേട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതങ്ങനെ സാധാരണ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ഫോണിന് അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫോണിന്റെ ഈ ഒരു ബാക്ക് പാനൽ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1,500 രൂപ കൊടുത്തിട്ട് പുതിയൊരു ബാക്ക് പാനൽ മേടിക്കാവുന്നതാണ്. അത് സിമ്പിൾ ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിൽ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സ്ക്രൂ ഒക്കെ വെച്ചിട്ട് ഊരിയിട്ട് നമുക്ക് പുതിയ ബാക്ക് പാനൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു ഫീച്ചർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലിലോട്ട് പല ആക്സസറീസും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അവർ തന്നെ പല ആക്സസറീസും ഇറക്കുന്നുണ്ട്. ഇപ്പം സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറെയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം പല ആക്സസറീസും ഇതിലോട്ട് കണക്ട് ചെയ്യാം. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നത്തിങ് എന്ന ബ്രാൻഡിന്റെ ഒരു സബ് ബ്രാൻഡാണ് CMF. ഇപ്പൊ നത്തിങ്ങിന്റെ ആദ്യത്തെ ഫോണിൽ ലോഞ്ച് ചെയ്തപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്ലിഫ് ഇന്റർഫേസ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഫോണിൽ വരുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പല 5G ഫോൺസിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെ വരുന്നുണ്ട്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പ്രോസസർ തന്നെയാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള MediaTek Dimensity 7050 എന്ന പ്രോസസറിന്റെ ഒരു അപ്ഗ്രേഡ് വെർഷനാണ് ഈ ഒരു പ്രോസസർ. അപ്പം അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസറാണ്. അപ്പം 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രോസസർ എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ അത് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് MediaTek Dimensity 7200 എന്ന പ്രോസസറിന്റെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു വെർഷൻ ആണ് എന്നുള്ളത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. MediaTek Dimensity 7050 എന്ന പ്രോസസറിന്റെ ഒരു അപ്ഗ്രേഡ് വെർഷൻ ആണ് ഈ ഒരു പ്രോസസർ എന്ന് പറയുന്നത്. MediaTek Dimensity 7200 എന്ന പ്രോസസറിന്റെ താഴെ വരുന്ന പ്രോസസറാണ്. അപ്പൊ നെയിമിങ്ങിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു പ്രോസസർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസർ തന്നെയാണ്. MediaTek Dimensity 7200 എന്ന പ്രോസസറിനേക്കാളും ബെറ്റർ ആണ് എന്ന് വിചാരിക്കരുത് എന്നേ ഉള്ളൂ. പിന്നെ 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 10ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബേസ് വേരിയന്റിൽ 6GB RAM 128GB ഇന്റേണൽ ആണ് വരുന്നത്. 8GB RAM 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റാം ബൂസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള നത്തിങ് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. അപ്പം ഈ ഒരു ഫോണിൽ നമുക്ക് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല 5G ഫോണുകളിലും കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് LCD പാനൽ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, AMOLED ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ വരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. HDR10+ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 nits ആണ്. 960 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 197 gram ആണ്. തിക്നെസ് വരുന്നത് 8 mm ആണ്. പിന്നെ IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബ്ലാക്ക്, ബ്ലൂ, ലൈറ്റ് ഗ്രീൻ അതുപോലെ തന്നെ ഓറഞ്ച് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാപിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 മെഗാപിക്സൽ ഒരു ഡെപ്ത് സെൻസറും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായതിന്. എന്തായാലും ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്.
33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിംഗ് സ്പീഡാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിന്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല. ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ പൊതുവെ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവാറില്ല. അതും ഓക്കെ. പക്ഷേ ഇത് 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ചാർജർ കൊടുക്കായിരുന്നു. കാരണം ഇപ്പം കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി എക്സ്ട്രാ പൈസ ചിലവാക്കേണ്ടി വരും ഒരു ചാർജർ മേടിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പം അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, മോണോ സ്പീക്കറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിന്. അപ്പം അതും കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എനിക്ക് തോന്നി. പിന്നെ 3.5 മോഡി ജാക്ക് കൊടുത്തിട്ടില്ല. അത് കൊടുക്കായിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ 3.5 മോഡി ജാക്ക് ഇല്ലാത്തത് ഓക്കെ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ 3.5 മോഡി ജാക്ക് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6GB റാം വെർഷന്റെ വില വരുന്നത് 15,999 രൂപയാണ്. 8GB റാം വെർഷന്റെ വില വരുന്നത് 17,999 രൂപയാണ്. 2 വെർഷൻസിലും 128GB ഇന്റേണൽ ആണ് വരുന്നത്. ഒരു 256GB ഇന്റേണൽ വെർഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. പിന്നെ ജൂലൈ 12 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനീഷ്യലി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1,000 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിന്റെ ബാക്ക് പാനലിന്റെ വില വരുന്നത് 1,499 രൂപയാണ്. സെപ്പറേറ്റ് നമുക്ക് മേടിക്കാം. അതുപോലെ തന്നെ കാർഡൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേസ് വരുന്നുണ്ട്. അതിന്റെ വില വരുന്നത് 799 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ആക്സസറീസും നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചാർജർ ഫോണിന്റെ ബോക്സിൽ വരുന്നില്ല, സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ, 3.5 മോഡി ജാക്ക് കൊടുത്തിട്ടില്ല, ഇങ്ങനെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാലും ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ല പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ എന്ന് തന്നെ പറയാവുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനും ഇതിൽ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഫോൺ. അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഇതിൽ ലഭിച്ചേക്കാം. എന്തായാലും CMO Phone 1 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.